എന്താണ് സെറിബ്രൽ പാൽസി? ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ബ്രെയിനിലേക്കുള്ള ഓക്സിജനേഷനിൽ കുറച്ച് നേരത്തേക്ക് ഒരു കട്ട് ഓഫ് സംഭവിക്കുമ്പോൾ ആ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖം. ഈ മാറ്റങ്ങളാണ് ഈ സെറിബ്രൽ പാൽസിയിലെ കുട്ടികളുടെ ഒരു ഫങ്ഷണൽ ലെവൽ തീരുമാനിക്കുന്നത്. ഇത്തരം കുട്ടികൾ തുടക്കത്തിൽ മൈൽ സ്റ്റോൺ ഡിലേസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ പിന്നീട് കാലം ചെല്ലുന്തോറും വൈകല്യങ്ങളുമായിട്ടാണ് കുട്ടികൾ പ്രസന്റ് ചെയ്യാറ്. തുടക്കത്തിലെ ചികിത്സ നൽകുകയാണെങ്കിൽ, റെഗുലറായി മോണിറ്റർ ചെയ്ത് ചികിത്സകൾ കൊടുക്കുകയാണെങ്കിൽ വൈകല്യങ്ങൾ വരാതെ നമുക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കും. സെറിബ്രൽ പാൽസി ബാധിച്ച കുട്ടികളെ അവരുടെ വളർച്ചാ കാലഘട്ടം മുഴുവൻ മോണിറ്റർ ചെയ്ത് റെഗുലറായി ചികിത്സകൾ നിർദ്ദേശിക്കാൻ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് ആവശ്യമാണ്. ഇവിടെ കിൻഡർ ഹോസ്പിറ്റൽ അതാണ് ഞങ്ങൾ പുതുതായി കൊണ്ടുവരുന്ന കോംപ്രിഹെൻസീവ് സെറിബ്രൽ പാൽസി ഗൈഡൻസ് ക്ലിനിക്കിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജൻ, പീഡിയാട്രീഷ്യൻ, പിന്നെ ഒരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരായിരിക്കും ഒരുമിച്ച് ഇത്തരം കുട്ടികൾക്ക് വേണ്ട ചികിത്സകൾ നിർദ്ദേശിക്കുന്നത്.